السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീറുൽ അസീസ് 2025 ഒക്ടോബർ മാസം 3-ാം തീയതി നടത്തിയ വെള്ളിയാഴ്ച ഖുത്ബയുടെ ഏകദേശ രൂപമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പ്രസ്തുത ഖുത്ബ ദ ത്രീ സ്റ്റേജസ് ഓഫ് സ്പിരിച്വൽ എലിവേഷൻ, ആത്മീയ ആരോഹണത്തിൻ്റെ 3 ഘട്ടങ്ങൾ, ആത്മീയ ഉയർച്ചയുടെ 3 ഘട്ടങ്ങൾ എന്ന പേരിൽ പ്രസ്തുത ഖുത്ബ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ അനേകം ആളുകൾ പദവിയിൽ ഉയരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ ആഗ്രഹിക്കുന്നത് ജോലിയിൽ ഉയർച്ച ലഭിക്കുവാനാണ്. ചിലർ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ ആദരവ് പിടിച്ചു പറ്റുവാനാണ്. മറ്റു ചിലരാകട്ടെ സുഖസമൃദ്ധമായ ഒരു ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് പദവിയിൽ ഉയരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടോ? അതായത് സ്വർഗത്തിൽ സമുന്നതമായ ഒരു സ്ഥാനം നേടുന്നതിനായി, അതായത് പാരത്രിക ലോക ജീവിതത്തിൽ. ഇത് വെറും ഒരു സ്വപ്നമല്ല, ഇത് തീർച്ചയായും യഥാർത്ഥത്തിൽ വളരെ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന് പ്രയത്നം അനിവാര്യമാണ്. പ്രവർത്തനത്തിൽ നിഷ്കളങ്കത ഉണ്ടായിരിക്കണം, പെരുമാറ്റത്തിൽ ദൃഢത ഉണ്ടായിരിക്കണം. സൂറ അൽ മുജാദലയിൽ അധ്യായം 58 വചനം 12 അല്ലാഹു തആല പറയുന്നു, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും ജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പല പടി ഉയർത്തും. പദവികൾ ഉയരുവാൻ ഉള്ള കാരണം അല്ലാഹു തആല ആണ് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് യർഫഉല്ലാഹു ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈ വചനം വളരെ വ്യക്തമാണ്. അല്ലാഹു തആല താൻ തന്നെയാണ് ജനങ്ങളെ പദവിയിൽ ഉയർത്തുന്നത്. വിശ്വസിച്ചവരെയും അറിവ് അന്വേഷിക്കുന്നവരെയും അല്ലാഹു ഈ പദവി നൽകി അനുഗ്രഹിക്കുന്നു. ആയതിനാൽ ഇത് അനേകം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉത്തമ ബോധ്യത്തോടെയും ഗ്രാഹ്യശക്തിയോടെയുമായിരിക്കണം നിർവഹിക്കേണ്ടത്. പരിശുദ്ധ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. തബറാനിയിലെ അൽ മുഅ്ജം അൽ അസ്വദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ 3 പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയെ 10 നിലകളിൽ ഉയർത്തുന്നതാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പം 3 പ്രവർത്തനങ്ങൾ മനുഷ്യനെ 10 നിലകളിൽ ഉയർത്തുന്നതാണ്. അതിൽ
ഒന്നാമത്തെ പ്രവർത്തനം അന്നദാനം നടത്തൽ. ആവശ്യമുള്ളവർക്കും ഏതൊരു വ്യക്തിക്കുമാകാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആഹാരം നൽകൽ. 2, സമാധാന സന്ദേശം അഭിവാദനം അർപ്പിക്കുക. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന സന്ദേശം വ്യാപിപ്പിക്കുക. അതും അവനെ പല പല നിലകളിൽ ഉയർത്തുന്ന കാര്യമാണ്. 3, മറ്റുള്ളവർ നിദ്രയിലായിരിക്കുമ്പോൾ രാത്രിയിൽ നമസ്കാരത്തിൽ ഏർപ്പെടുക. തഹജ്ജുദ് നമസ്കാരം രാത്രിയിൽ മറ്റാളുകൾ സാധാരണ ഉറക്കമായിരിക്കുമ്പോഴാണ് അതിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാഹുവുമായി കൂടുതൽ അടുത്ത് ബന്ധം സ്ഥാപിക്കുവാൻ, പദവിയിൽ ഉയരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഇഹലോക പദവികളെ തേടി ഈ പരലോക പദവികളും അതോടൊപ്പം ഇഹലോക പദവികളും നേടുന്നതിന് പര്യാപ്തമായ ഈ ഉപദേശത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുകയും അതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുവാനുള്ള ആഹ്വാനത്തോടെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഖുതുബ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ 3 പദവികളിലേക്ക് ഉയർത്തുന്ന ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അടുത്ത വെള്ളിയാഴ്ചകളിൽ സംസാരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.